ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് വന്നത്. വേറൊന്നുമല്ല, എൻ്റെ അനിയത്തി മോളും വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ തിരുവനന്തപുരത്താണ്. എൻ്റെ അനിയത്തി അടൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വന്ന് അതിനെക്കാട്ടിലും വലുത് മോളുടെ ബർത്ത്ഡേയും കൂടെ ആഘോഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നലെ അവൾ വന്ന്, ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ്. അത് 9 വയസ്സായ അവൾക്ക്. പക്ഷേ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല, കേക്കൊന്നും മുറിച്ചിട്ടില്ല. അപ്പം ഞങ്ങളിലാകുന്ന വിധം ചെറുതായിട്ട് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം എന്ന് വിചാരിച്ച് ഒരു സർപ്രൈസൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ സംഭവം ആളിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അവൾ നല്ല കളിച്ച് ചിരിച്ച് ഫോണൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്ത് അമ്മ ഒരുങ്ങുന്നതെന്ന് ഞങ്ങൾ ഒരുങ്ങിയപ്പോൾ ചോദിച്ചപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ കോവിലിൽ പോകാൻ വേണ്ടിയാണ്, മോളെ ഒരുക്കും, കോവിലിൽ പോകാൻ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം വേറൊരു മുറിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്യും. എൻ്റെ മക്കൾ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട് മുറി അടച്ചിട്ട്. അപ്പോൾ അവരെന്തേ ചെയ്യാമെന്ന് ചോദിച്ച്. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു അവർ കോവിലിൽ പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അവളെ ഒന്ന് കാണാം, എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാ. മോള് കട്ടിലിൽ കിടന്ന് ഫോൺ കണ്ടുകൊണ്ട് കിടക്കുകയാണേ. ഒന്നും അറിയുന്നില്ല, ഒന്നും അറിയാതെ ഫോൺ കണ്ടുകൊണ്ട് കിടക്കുക. എന്നിട്ട് നോക്കുമോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട്. പിന്നെ അവളെ എഴുന്നേൽപ്പിച്ച് അതാ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തെടുത്ത് ഇത് ഫൈനലാണ്. എന്നിട്ട് അടുത്ത സർപ്രൈസ് നമുക്ക് പൊട്ടിക്കാം. മോളൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത്രയ്ക്ക് സർപ്രൈസ് ആയിപ്പോയി. അവളാണെങ്കിൽ കരഞ്ഞു കേട്ടോ. എന്ന് വെച്ചാൽ ആദ്യമായിട്ടല്ലേ കേക്ക് മുറിക്കുന്നതൊക്കെ. അങ്ങനെ ഭയങ്കര സങ്കടമായിപ്പോയി. അവളുടെ കണ്ണ് നിറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കരഞ്ഞു കേട്ടോ. ഞങ്ങൾക്കെല്ലാം വിഷമമായിപ്പോയി. എല്ലാവരും മാറിയെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ബർത്ത്ഡേ എല്ലാം ആഘോഷിച്ച് മോളുടെ സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മോൾക്ക്. എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുപോലെ അവൾ കേക്ക് മുറിക്കുന്നെങ്കിലും അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. ചിരിക്കുന്നെങ്കിലും എല്ലാവർക്കും അവളുടെ ആ സങ്കടം കണ്ട് എല്ലാവരും കരഞ്ഞ്. അത്രയ്ക്ക് അവൾ സങ്കടവും സന്തോഷവും എല്ലാം കൊണ്ട് നല്ല ഇതിലാണ് കേട്ടോ. പക്ഷേ കേക്ക് മുറിച്ച് അവൾ ആഘോഷിച്ചത്, അവൾ ഇത്രയും 9 വയസ്സായ ആ വയസ്സ് വരെ അവൾ കാത്തിരുന്നെങ്കിലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളെ സന്തോഷിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവളെ വിഷ് ചെയ്യുകയും അവൾക്ക് പിന്നെ ഉമ്മയും കൊടുത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതൊക്കെ അവൾക്ക് അത്രയും പേരുണ്ടല്ലോ, കേക്ക് മുറിച്ചപ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാർ എൻ്റെ ചുറ്റിനും ഉണ്ടല്ലോ എന്നൊക്കെ ആയപ്പോഴത്തേക്ക് അവൾക്ക് ഒന്നും കൂടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ.